എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും എല്ലാം തന്നെ വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു പെൻഷൻ തുക ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ടെന്ന കാര്യം ഇപ്പോഴും പലർക്ക് അറിയില്ല. ഈ ഒരു സ്കീമിൽ ചേരുന്നവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ എല്ലാ മാസവും ഒരു തുക പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആൾ 70 വയസ്സിലോ 75 വയസ്സിലോ ഒക്കെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആരാണോ ജീവിത പങ്കാളി അവർക്കും തുടർന്ന് മാസം തോറും അതേ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഇനി ആ പങ്കാളി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നോമിനിക്ക് 8.5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. രാജ്യത്ത് 8,66,00,000 പേര് ഈ സ്കീമിൽ ചേർന്ന് കഴിഞ്ഞു. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സ്കീമിൽ ചേരുന്നതിന് 2030-31 വരെ നീട്ടുവാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഈ സ്കീമിൽ ചേരുവാൻ സാധിക്കുന്നതല്ല. ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. സർക്കാർ ജീവനക്കാരൊക്കെ ജോലിയിൽ നിന്നും റിട്ടയർ ആയാൽ പിന്നെ എല്ലാ മാസവും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള പെൻഷൻ ഒന്നും ഇല്ല എന്ന കാര്യം വാസ്തവമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കൃഷിപ്പണി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒന്നും അവരുടെ വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ലഭിക്കുന്ന രീതിയിലുള്ള പെൻഷൻ പദ്ധതികളൊന്നും തന്നെ കാര്യമായിട്ട് തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനെ തുടർന്ന് സാധാരണക്കാർക്കും അവരുടെ വാർദ്ധക്യകാലത്ത് ഉറപ്പായ ഒരു പെൻഷൻ ഇപ്പോൾ ലഭിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ യോജന പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത് 2015 മെയ് 1 അവതരിപ്പിച്ച പദ്ധതിയിലൂടെ നിലവിൽ പ്രതിമാസം 5,000 രൂപ വരെയാണ് പരമാവധി ലഭിക്കുന്നത്. ജോലിയിൽ നിന്നും വിരമിച്ചിട്ടും അതല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടും മാസം തോറും യാതൊരു ആനുകൂല്യം ലഭിക്കാത്തവർക്ക് ഒരു വരുമാന സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 60 വയസ്സിന് ശേഷമാണ് എല്ലാ മാസവും ഈ പദ്ധതി വഴി പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. 18 വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേർന്ന് തുടങ്ങാം. അടൽ പെൻഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ഉറപ്പുള്ള പെൻഷൻ പദ്ധതിയാണ്. നിങ്ങൾ 5,000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്നതിനാണ് ചേർന്നതെങ്കിൽ പ്രധാനമായിട്ടും 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും 5,000 രൂപ വീതം ലഭിക്കുന്നതാണ്. അതിൽ കുറവൊന്നും വരുന്നതല്ല. നിങ്ങൾ മരണപ്പെടുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും 5,000 രൂപ വീതം ലഭിക്കുന്നതാണ്. അതിലും കുറവുണ്ടായിരിക്കുന്നതല്ല. അടൽ പെൻഷൻ ചേരുന്നതിനുള്ള പ്രായം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 60 വയസ്സ് മുതൽ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. 18 വയസ്സ് മുതൽ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നവർ 60 വയസ്സാകുന്നത് വരെ ഒരു ചെറിയ പൈസ അടച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. 40-ാം വയസ്സിൽ ചേരുന്നവരും 60-ാം വയസ്സിൽ ചേരുന്നവരും പൈസ അടച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒരിക്കലായോ തുക അടയ്ക്കാവുന്നതാണ്. ബാങ്കുകൾ വഴിയോ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ചേരാവുന്നതാണ്. 18 വയസ്സുള്ള ഒരാൾ 42 രൂപ വീതം അടച്ചാൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 1,000 രൂപ വീതം പെൻഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെയും പങ്കാളിയുടെയും മരണശേഷം 1,70,70,000 രൂപ നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുന്നതാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് മാസം അടയ്ക്കേണ്ട തുകയിലും വർധനവ് ഉണ്ടായിരിക്കുന്നതാണ്. അതനുസരിച്ച് 40 വയസ്സായ ഒരാളാണ് അടൽ പെൻഷനിൽ ചേരുന്നതെങ്കിൽ മാസം 291 രൂപ വെച്ച് അടയ്ക്കേണ്ടതാണ്. ഇനി മാസം 2,000 രൂപ വീതം പെൻഷന് വേണമെങ്കിൽ 18 വയസ്സുള്ളവർ മാസം 84 രൂപ വീതം നൽകേണ്ടതാണ്. 30 വയസ്സിൽ ചേരുന്നവർ മാസം 231 രൂപ വീതം നൽകേണ്ടതാണ്. 40 വയസ്സിൽ ചേരുന്നവർ 582 രൂപ വീതം അടയ്ക്കേണ്ടതാണ്. ഇതുപോലെ മാസം 3,000 രൂപ 4,000 രൂപ വീതം ഒക്കെ ലഭിക്കുന്ന ഓപ്ഷനുകളുമുണ്ട്. മാസം 5,000 രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ 18 വയസ്സിൽ ചേരുന്നവർ മാസം 210 രൂപ വീതവും 30 വയസ്സിൽ ചേർന്നവർ 577 രൂപ വീതവും 40 വയസ്സിൽ ചേരുന്നവർ 1,454 രൂപ വീതവും അടയ്ക്കേണ്ടതാണ്. നിങ്ങളിങ്ങനെ അടയ്ക്കുന്ന തുക ഉൾപ്പെടെയാണ് 60 വയസ്സിന് ശേഷം നിങ്ങളുടെ മരണം വരെയും അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മരണം വരെയും എല്ലാ മാസവും പെൻഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മരണം വരെയും എല്ലാ മാസവും പെൻഷൻ തന്ന ശേഷം പിന്നീട് നിങ്ങളുടെ നോമിനിക്ക് തുക തിരിച്ചു നൽകുന്നത് 2,000 രൂപ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നയാളുടെ നോമിനിക്ക് ഒടുവിൽ 3,10,10,000 രൂപ വീതവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ 5,000 രൂപയുടെ പെൻഷന് വേണ്ടിയാണ് തുക അടയ്ക്കുന്നതെങ്കിൽ 8,50,000 രൂപ ലഭിക്കുന്നതാണ്. ഇതിൽ ചേരുന്നതിനായിട്ട് നിങ്ങൾക്ക് SBI, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ ഏതെങ്കിലും പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ സ്വകാര്യ
ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. ബാങ്ക് ശാഖകളിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് ചെന്നോ SBIയുടെ യോനോ ആപ്പ് പോലുള്ള മൊബൈൽ ആപ്പ് മുഖേനയോ നമുക്ക് അടൽ പെൻഷനിൽ ചേരാവുന്നതാണ്. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ടെത്തി ആധാർ കാർഡും മൊബൈൽ നമ്പറും നൽകിയാലും അതോടൊപ്പം തന്നെ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തു കൊള്ളുന്നതാണ്. ഒരിക്കൽ ചേർന്നാൽ പിന്നീട് തുക അടയ്ക്കുവാൻ വീണ്ടും ബ്രാഞ്ചുകളിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ മാസമോ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് തുക ഓട്ടോ ഡെബിറ്റ് ആയിട്ട് അടൽ പെൻഷനിലേക്ക് ഡെബിറ്റ് ആകുന്നതാണ്. അടൽ പെൻഷനിൽ ചേർന്ന ഒരാൾക്ക് 60 വയസ്സിന് മുമ്പേ മരണപ്പെടുകയാണ് എങ്കിൽ ജീവിത പങ്കാളിക്ക് 60 വയസ്സ് വരെ ഗഡുതുക അടച്ച് പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി പെൻഷൻ വാങ്ങാവുന്നതാണ്. അതിന് താല്പര്യമില്ല എങ്കിൽ അതുവരെ അടച്ച തുകയും പലിശയും നോമിനിക്ക് ഒറ്റത്തവണയായിട്ട് തിരികെ ലഭിക്കുന്നതാണ്. അടൽ പെൻഷനിൽ നിങ്ങൾക്ക് അടയ്ക്കുന്ന ഗഡുതുക ഒരു തവണ മുടങ്ങിപ്പോവുകയാണ് എങ്കിൽ അടുത്ത ഗഡുതുകയോടൊപ്പം തന്നെ ഒരു പിഴത്തുക കൂടി ചേർത്ത് മുടങ്ങിയ ഗഡുതുക അടയ്ക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ആയതിനാൽ തന്നെ നമ്മൾ ഏത് തുകയ്ക്കാണോ ചേരുന്നത് ആ തുക പെൻഷനായിട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് നഷ്ടസാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.